ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു ഡേയ്സ് അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയതും അതാ കവർ എടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഞാനിപ്പോൾ നമ്മുടെ കുറച്ച് നല്ല വെറൈറ്റി സാമ്പലിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. സോ അതിനെല്ലാം നമ്മുടെ താഴത്തെ ഇവിടെ നടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ കളക്ഷന് വേണ്ടി ഇത് ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഓരോന്നിലും പ്ലാന്റ്സ് ഉണ്ട്. സോ ഇതിലുള്ള പ്ലാന്റ് ഏതെന്ന് എനിക്കറിയില്ല. ഇതിൽ 2 പ്ലാന്റ് ഉണ്ട്. ഇത് മഞ്ഞയുടെ ആമ്പലിൻ്റെയാണ്. ഓക്കെ, 2 മഞ്ഞ ആമ്പലും പിന്നെ 2 ഇതിൻ്റെ പേര് നമ്മുടെ പർപ്പിൾ ജോയ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ട് നടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ 4 പ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ, അവിടെ 4 കൂടുതൽ ഞാൻ അവിടെ ജസ്റ്റ് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ പ്ലാന്റിന് ഇതിലേക്ക് ആക്കി കഴിഞ്ഞു. ഇനി ഇതിന് അടച്ച് വയ്ക്കട്ടെ, അല്ലെങ്കിൽ വന്ന് മീനിനെ പിടിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞാനത് റെഡിയാക്കി എടുത്തിട്ടുള്ള പ്ലാന്റിന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് പ്ലാന്റ്. ഓക്കെ, ഈ പ്ലാന്റിന് ഇനി നമുക്ക് കൊണ്ട് നടാൻ വേണ്ടി പോകണം. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒത്തിരി നല്ല വാട്ടർ റിലീസാണ്. കൊണ്ട് നടുമ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇലയെന്ന് നമ്മൾ നടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ഇലയിൽ പൊടിപ്പിച്ച പ്ലാൻ ഇതിനെ കൊണ്ട് നടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ കവറോടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നടണം. സോ അതുകൊണ്ട് ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇതെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ടാണ് ബാക്കി എല്ലാത്തിലും എഴുതുന്നത്. സോ അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഓരോന്നിനായിട്ട് നടാൻ വേണ്ടി കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളതായിട്ടുള്ള പ്ലാന്റ്സ് എവിടെ നടണമെന്നനുസരിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് പർപ്പിൾ ജോയി അവിടെ നടാമെന്ന് കരുതി. സോ പർപ്പിൾ ജോയി പ്ലാന്റ് എടുത്തുകൊണ്ട് പോയി ഇവിടെ നടുന്നു. സോ എല്ലാം ഇവിടെ ഓപ്പൺ ആക്കാമെന്ന് കരുതി. ഓക്കെ, ഇനിയുണ്ട് ഇതിൽ. ഓക്കെ, പർപ്പിൾ ജോയി അത്യാവശ്യം വേലുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് പർപ്പിൾ ജോയി ഇവിടെ നടാമെന്ന് കരുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി പർപ്പിൾ ജോയി വെള്ളത്തിലേക്ക് താത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വിത്ത് ഇലയിൽ നിന്ന് പൊടിപ്പിച്ച് ഇത്രയൊക്കെ ആയതിന് ശേഷം വേണം മാറ്റി നടാനുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കല്ലെന്ന സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊങ്ങി ഉറപ്പായിട്ട് വരും. ഓക്കെ, പിന്നെ കാക്കയൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കും. ഓക്കെ, ഞാൻ 2 പ്ലാന്റ് ഒരുമിച്ച് നടാമെന്ന് കരുതി. ഇതിനകത്തൊരു പ്ലാന്റും കൂടെ ഇരിപ്പുണ്ട്. ഐ തിങ്ക് ആ പ്ലാന്റ് കാണാനില്ല, നശിച്ച് പോയാ. സോ വേർ ഇസ് ദ പ്ലാന്റ്? ഫ്രണ്ട്സ്, ആ ഒരു പ്ലാന്റിൽ മിസ്സായെന്ന് തോന്നുന്നു. ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഓക്കെ, ആ പ്ലാന്റ് മിസ്സായി കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ പർപ്പിൾ ജോയിയുടെ ഒരെണ്ണം നട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് അതിലേക്ക് ഞാൻ നമ്മുടെ സബ്സ്റ്റ്യൂൺ എല്ലോ നടാമെന്ന് കരുതി. ഓക്കെ, സബ്സ്റ്റ്യൂൺ എല്ലോ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സൈസ് ആവാറായി വരുന്ന പ്ലാന്റാണ്. സോ ഇതിനകത്ത് ഒരു കല്ല് ഇവിടെ ഇരിപ്പുണ്ട്. ആ കല്ല് ഞാൻ എടുത്ത് ഞാൻ സൈഡിലേക്ക് ചേർത്ത് വെച്ചു. ഓക്കെ, ഇനി പ്ലാന്റ് ഇളകി വരില്ല. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് തൈയിൽ നിന്ന് പൊടിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫ്ലവർ ആവുന്നതിന് മുമ്പ് സെയിൽ വന്നു കഴിഞ്ഞാൽ സെയിൽ ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഇത് പർപ്പിൾ ജോയ്. ഓക്കെ, പഴയ എഴുതിയിരുന്നതും ജസ്റ്റ് ഒന്ന് മാച്ച് കളയുക. അതന്നെ അത് പോയി. ഇനി അടുത്തതാ ഇത് മിറക്കാന്ത എന്നാണ് പണ്ട് എഴുതിയിരുന്നത്. സോ ഇതിലിപ്പോൾ നമ്മൾ സബ്സ്റ്റ്യൂണാണ്. സോ സബ്സ്റ്റ്യൂൺ എല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് കിഴങ്ങ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും പിന്നെ ഒരു സബ്സ്റ്റ്യൂൺ എല്ലാം കൂടെ ഉണ്ട്. സോ നമുക്കതിലേക്ക് പോകാം. ഇനി അടുത്ത് ഇവിടെയൊക്കെ എല്ലാത്തിലും പ്ലാന്റ്സ് ഉണ്ട്. ഇനി ഇവിടെ ഉള്ളതിൽ പ്ലാന്റ്സ് നമ്മൾ ഇളക്കിയതിന് ശേഷം പ്ലാന്റ് ഇല്ലാത്തതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് ഇതും സബ്സ്റ്റ്യൂൺ എല്ലോ ആണ്. സോ സബ്സ്റ്റ്യൂൺ എല്ലോ ഇതെവിടെ ചേർത്ത് വെച്ചു. സബ്സ്റ്റ്യൂൺ എല്ലോ ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കല്ലും കൂടെ എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പം ഒരു സബ്സ്റ്റ്യൂൺ എല്ലാം കൂടെ പൊടിപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് സബ്സ്റ്റ്യൂൺ എല്ലോ നമുക്ക് എന്നും പൂക്കുന്ന മഞ്ഞയാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു സെയിലിനില്ല ഈ മഞ്ഞ, വേറെ മഞ്ഞയുണ്ട്. അടുത്ത് ഈ പ്ലാന്റ് ഇത് കിഴങ്ങാണ്. സോ ഈ കിഴങ്ങിനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം നമുക്ക്. പഴയ വെള്ളത്തിൽ വെച്ചിട്ട് ഇതിൽ വെള്ളം കിടപ്പുണ്ട്. ഓക്കെ, ഇതിൽ പൊടിപ്പുണ്ടായിരുന്നു എവിടെയോ. ആ പൊടിപ്പ് പോവല്ലേ. ഈ ഒരു പൊടിപ്പുണ്ട്. സോ ഞാൻ തിങ്ക് ചെയ്യുന്നു 2 കിഴങ്ങാക്കി എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ 2 എണ്ണം ആക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 2ഉം പൊടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ട്
2 കിഴങ്ങ് ഒന്നിലേക്ക് ഇടുകയാണ്. ചെറിയ പൊടിപ്പുള്ളതുകൊണ്ട് ആ ഭാഗം അല്ല, മറ്റേ പൊടിപ്പില്ലാത്തതിനെ വെറുതെ ഇട്ടേക്കുക. ചെറിയ പൊടിപ്പും വേരും ഉള്ളതിനെ ജസ്റ്റ് ഇങ്ങനെ ആ പൊടിപ്പ് വന്ന ഭാഗം മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിൽ വേരിനെയൊക്കെ കല്ല് വെച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വച്ച് കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ പേര് ഐ തിങ്ക് പേര് മറന്നുപോയി. സോ അതുകൊണ്ട് എനിക്കെൻ്റെ ചിത്തി തന്നതാണ്. സോ ചിത്തിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്തിരത്തിന് വിളിച്ച് വെച്ചിട്ട് പിന്നെ ബാക്കി എഴുതി വയ്ക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മളുണ്ട് പ്ലാന്റ്സ് നടുന്നത്. ഇവിടെ ഏകദേശമൊക്കെ ഫ്ലവറിങ് ആവുന്ന ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യപ്രകാശം വന്നു, ഫ്ലവേഴ്സൊക്കെ ഏകദേശം വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ റേറ്റ് കുറച്ചിനൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.